മുമ്പ് ചെയ്തിരുന്നത് അധ്യാപക ജോലിയായിരുന്നു. 27 വർഷം ഹൈസ്കൂൾ അധ്യാപകനായിരുന്നു. പ്രത്യേകിച്ച് സോഷ്യൽ സയൻസ് എന്ന വിഷയമാണ് ഞാൻ പഠിപ്പിച്ചിരുന്നത്. എന്നെ സംബന്ധിച്ച് പലപ്പോഴും ഞാൻ ഓർക്കുന്ന ഒരു സാമ്യമുണ്ട്. എന്നിലേക്ക് പറയാൻ ക്ഷണിച്ച പ്രിയപ്പെട്ട മനോജ് സാറിന് ഒരുപാട് നന്ദി. എന്നെ കേൾക്കുന്ന MI ലൈഫ് സ്റ്റൈലിന്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന, വിവിധ റാങ്കുകളിൽ പ്രവർത്തിക്കുന്ന, ആദ്യമായി കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ വാക്കുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നമുക്കറിയാം, സോഷ്യൽ സയൻസ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ രാത്രികാല ആകാശം കാണാറുണ്ട്. നിറയെ നക്ഷത്രങ്ങളും ഇടയ്ക്ക് ഒരു ചന്ദ്രനെയും നമ്മൾ കാണുന്ന ആകാശം, അതിവേഗം സഞ്ചരിക്കുന്ന ചില ഉൽക്കാശലുകളെ കാണുന്ന ആകാശം. പകലാവട്ടെ നാം കാണുന്ന ഒരു സൂര്യനുമാണ്. നമ്മൾ കാണുന്ന ഒരു സൂര്യനും ഒരു ചന്ദ്രനും, രാത്രികാലത്ത് ഒരുപാട് നക്ഷത്രങ്ങളും. അപ്പോ സൂര്യൻ ഉണ്ടാവില്ല. ഈ MI ലൈഫിന്റെ ലോകം എന്ന് പറയുന്നത് ദൈവത്തെ പോലെ നമ്മളെ മുഴുവൻ നോക്കിക്കാണുന്ന ഒരു സജിസാണ്. രാവും പകലും മാറി മാറി നമ്മെ നിരീക്ഷിക്കുന്ന രണ്ട് വലിയ ഗ്രഹങ്ങളെ പോലെ പ്രിയപ്പെട്ട അനിൽ സാറും അതുപോലെ സിജി ജോസ് സാറും, സൗരയൂഥത്തിലെ ഗ്രഹങ്ങളെ പോലെ നമുക്ക് ചുറ്റും വലം വെച്ചുകൊണ്ട് നമുക്ക് ഊർജവും ശ്വാസവും ജീവനും ജീവജലവും പ്രതീക്ഷയും പ്രത്യാശയും ഒക്കെ പകരുന്ന ഗ്രഹങ്ങളെ പോലെ തിളങ്ങുന്ന ഒരുപാട് ഉയർന്ന റാങ്കിലുള്ള നമ്മുടെ ലീഡേഴ്സ്, അവർക്ക് താഴെ നമുക്കായി അവസരങ്ങൾ ഒരുക്കിക്കൊണ്ട് നമുക്ക് ചുറ്റുമായി നടക്കുന്ന ഒരുപാട് സ്നേഹ സൗഹൃദങ്ങൾ, പദവി ഏതൊന്നും നോക്കാതെ ഓരോരുത്തർക്കും വേണ്ടി ഇറങ്ങി നടക്കുന്ന ഒരുപാട് പേരുടെ വലിയൊരു കൂട്ടായ്മയാണ് MI ലൈഫ് സ്റ്റൈൽ എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ മെച്ചവും ഏറ്റവും വലിയ മഹത്വവും. ഞാൻ സാധാരണ സുഹൃത്തുക്കളോട് പറയാറുണ്ട്, MI ലൈഫിനെ പറ്റി പറയുമ്പോൾ, ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടി, എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടി. അങ്ങനെ എനിക്കൊപ്പം ആരൊക്കെയുണ്ടെന്ന ബോധ്യത്തിലും എന്റെ കൂടെ ഒരുപാട് പേരുണ്ടെന്ന തിരിച്ചറിവിലും ഈ ലോകത്തേക്ക് ഇറങ്ങിച്ചെല്ലുന്ന MI ലൈഫിലെ ഒരു പ്രവർത്തകനും ഒരു ഡിസ്ട്രിബ്യൂട്ടറും നിരാശപ്പെടേണ്ടി വരുന്നില്ല എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ 2015 റിട്ടയർ ആയതിനു ശേഷമാണ്, ഒരുപാട് വൈകിയാണ് ഈ രംഗത്ത്, 2 വർഷം കഴിയുന്നു ഈ രംഗത്തേക്ക് വന്നിട്ട്. എന്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ഞാൻ തുടങ്ങുക. വെരിക്കോസ് വെയിൻ വല്ലാണ്ടുണ്ടായിരുന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു. എന്നെ ഇതിലേക്ക് മുമ്പ് സംസാരിച്ച ബിന്ദു മാഡം ഇതിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുവരികയും ഈ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുകയും ഐഡിയ എടുപ്പിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ ആദ്യം പരിശോധിച്ചത്, അല്ലെ പരീക്ഷിച്ചത്, ഈ വെരിക്കോസ് വെയിന് വേണ്ടിയുള്ള ഉൽപ്പന്നങ്ങൾ തന്നെയാണ്. അങ്ങനെ ചാമ്പി തൈലവും നോവേദന ജെല്ലും ഡെയിലി ഡിറ്റോക്സും ബ്ലഡ് പ്യൂരിഫയറും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് എന്റെ കാലിലെ വെരിക്കോസ് വെയിൻ തന്നെ പൂർണ്ണമായി തന്നെ മാറിയ ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ചൊരു പ്രശ്നമുണ്ടായിരുന്നത് പൈൽസിൻ്റെതായിരുന്നു. അത് എന്നെ വല്ലാണ്ട് ഉപദ്രവിച്ച ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ പൈൽസിസി വന്നതോടുകൂടി ആ സ്ക്യൂസിങ് ക്രീമും ആ ക്യാപ്സൂളും ഉപയോഗിച്ചതോടുകൂടി ഞാൻ അതിൽ നിന്ന് പൂർണ്ണമായി വിമുക്തമായ ഒരു സാഹചര്യമുണ്ട്. എൻ്റെ ജോയിൻസിനൊക്കെ ഉണ്ടായിരുന്ന വേദനയ്ക്കും ആ ചാമ്പി തൈലം ഞാൻ അറിയാതെ തന്നെ പരിഹാരമായ ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ചൊക്കെയുള്ള ഒരു ബോധ്യത്തോടു കൂടിയാണ് ഞാൻ ഈ രംഗത്തേക്ക് വരുന്നത്. മനോജ് സാർ എപ്പോഴും പറയാറുണ്ട്, പടിയിറങ്ങുമ്പോൾ ആദ്യം ഏറ്റവും പ്രിയപ്പെട്ടവരെ ആദ്യം കാണണമെന്ന്. ഞാൻ എൻ്റെ കൂടപ്പിറപ്പുകളെ കണ്ടു. എൻ്റെ അച്ഛനെ സംബന്ധിച്ച് അവൻ്റെ ഒരു പ്രശ്നം, അവനൊന്നും സ്വീകരിക്കുന്ന ആളല്ല. ഒരു 28 വർഷം സർവീസ് പട്ടാളക്കാരനായതുകൊണ്ട് ഇടപെടലിൽ പോലും ആ അകലം പാലിക്കുന്ന ഒരാളാണ്. ചേട്ടാ, ഇതൊന്നും എനിക്ക് വേണ്ട, ഈ പ്രോഡക്റ്റ് ഞാൻ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് ഒരേ ഒരു പ്രശ്നം വേണ്ട, എനിക്ക് രാത്രികാലത്ത് ഉറങ്ങുമ്പോൾ ശ്വാസം എടുക്കാൻ പറ്റുന്നത്, ഞാൻ വായു തുറന്നാണ് ഉറങ്ങുന്നതെന്നാണ് ഭാര്യ പറയുക. അതുകൊണ്ട് മൂക്കിലൂടെ ശ്വസിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞിങ്ങനെ പ്രോനാസിക എന്നൊരു തുള്ളിമരുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, അത് നീ 2 തുള്ളി മൂക്കിൽ ഒഴിച്ചാൽ മതി. അതുകൊണ്ടൊന്നും പോകത്തില്ല, ഞാൻ ഒത്തിരി ഒഴിച്ചു നോക്കിയതാണ്. എങ്കിലും ഞാൻ നിർബന്ധപൂർവ്വം പണം വാങ്ങാതെ തന്നെ അതവനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷെ 4-ാം ദിവസം വിളിച്ചു പറഞ്ഞു, ചേട്ടാ ഞാൻ ഇന്നലെ മൂക്കിലൂടെയാണ് ശ്വാസം എടുത്തത്, വായ തുറന്നല്ല ശ്വാസം എടുത്തതെന്നും ഉറങ്ങിയതെന്നും എൻ്റെ ഭാര്യ പറഞ്ഞു, നിങ്ങളുടെ പ്രോഡക്റ്റ് കൊള്ളാം. പക്ഷെ അതിനപ്പുറം ഇപ്പോഴും എൻ്റെ പ്രോഡക്റ്റ് ഒന്നും വാങ്ങാൻ കൂടപ്പിറപ്പ് തയ്യാറായില്ല. എൻ്റെ സഹോദരിക്ക് തലയ്ക്ക് മുകളിൽ എന്നുവെച്ചാൽ നമ്മുടെ കഴുത്തിന്റെ ഈ സൈഡിൽ, തലയുടെ ഈ ഭാഗത്ത് തുടങ്ങി താടിയൽ വഴി വ്യാപിക്കുന്ന ഒരു കടുത്ത വേദന ഉണ്ടായിരുന്നു. കാരിത്താസിൽ ഏതാണ്ട് 1.5 ലക്ഷം രൂപയിലേറെ വില വരുന്ന ഒരു ഓപ്പറേഷനിലൂടെയാണ് അത് മാറ്റുക എന്ന് പറഞ്ഞെങ്കിൽ പോലും ഞാൻ ചെന്ന് ചാമ്പി തൈലവും നമ്മുടെ നോവേദന ജെല്ലും നോവേദന ക്യാപ്സ്യൂളും 95 ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇപ്പൊ ആ പ്രശ്നമില്ല. ഡോക്ടേഴ്സ് പറഞ്ഞത് കുറച്ചുകൂടെ കഴിയട്ടെ, കുറച്ച് മാറ്റം ഇതിന് കാണുന്നുണ്ട്, ഓപ്പറേഷൻ ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ കഴിയട്ടെ എന്ന് പറഞ്ഞു. എൻ്റെ അമ്മയുടെ അനുജത്തിന്റെ മകളൊരു BSc നേഴ്സാണ്. നേഴ്സിനെ പ്രകടനം നേഴ്സ് പറഞ്ഞു, എനിക്ക് അസുഖമൊന്നുമില്ല. അവ എന്നോട് ശ്രീജ മാഡം ഉണ്ടായിരുന്നു, എനിക്ക് അസുഖമൊന്നുമില്ല, എനിക്ക് നിങ്ങളുടെ ഒരു പ്രോഡക്റ്റും ആവശ്യമില്ല. എന്നിട്ട് ഒരു 40 മിനിറ്റോളം സംസാരിക്കുമ്പോൾ അവൾ പറഞ്ഞത്, ഒരു പ്രോഡക്റ്റും എനിക്ക് ആവശ്യമില്ല, ചേട്ടായി വന്ന സ്ഥിതിക്ക് ഊണ് കഴിച്ച് പിരിയാം എന്നാണ് പറഞ്ഞത്. എങ്കിൽ ഞാൻ നമ്മുടെ പ്രോഡക്റ്റിനെ ഓരോന്നോരോന്നായി പരിചയപ്പെടുത്തി. ഞാൻ വെൽഹാർട്ട് എടുത്ത് വെച്ചിട്ട് പറഞ്ഞു, ഇത് വെൽഹാർട്ട് ഹൃദയമുള്ളവർ ഉപയോഗിക്കേണ്ട ഒരു പ്രോഡക്റ്റ് ആണ്, ഇത്തിരി വേഗത്തിൽ നടക്കുമ്പോൾ കിതപ്പുണ്ടെങ്കിൽ ഇത് ഉപകാരപ്പെടും. അപ്പൊ അവൾ പറഞ്ഞു, എനിക്ക് കിതപ്പുണ്ട് ചേട്ടാ, ഇന്ന് അതിങ്ങി നന്നേക്കാൻ പറഞ്ഞു. അങ്ങനെ വെൽഹാർട്ട് കൊടുത്തു. ഞാൻ റെഡ് പേസ്റ്റ് എടുത്ത് വെച്ചിട്ട് പറഞ്ഞു, ഇത് സാധാരണഗതിയിലുള്ള എല്ലാ പല്ലുവേദനയ്ക്കും മോണവീക്കത്തിനും മോണകളുടെ ചോര വരുന്നതിനും
ഒക്കെ കേടുകൾക്കൊക്കെ പരിഹാരമാകുന്ന ഒരു പേസ്റ്റ് ആണ്. അപ്പൊ ഞാൻ പല്ലിന് ചെറിയ കേടുണ്ട് ചേട്ടാ, അതിങ്ങനെ തന്നേക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ചാമ്പിത്തേൻ എടുത്ത് വെച്ചിട്ട് പറഞ്ഞു, ഇത് നമ്മുടെ സന്ധികൾക്കുണ്ടാകുന്ന വേദനയ്ക്ക് നല്ലതാണ്, കാൽമുട്ടിനും കൈക്കും തോളിനും കഴുത്തിനും പുറത്തിനും ഒക്കെ വേദന ഉണ്ടെങ്കിൽ ഇത് ചെറിയ ചൂടോടെ പുരട്ടുന്ന ആശ്വാസം കിട്ടും പറഞ്ഞു. എനിക്ക് കഴുത്തിന് വേദന ചേട്ടാ, അതിങ്ങനെ തന്നേക്കാൻ പറഞ്ഞു. അങ്ങനെ ഏതാണ്ട് 1700 ഉൽപ്പന്നങ്ങൾ ഞാനിവിടെ കൊടുത്തിട്ടാണ് പോരുന്നത്. പിന്നെ വിളിച്ചപ്പോൾ അവളോട് പറഞ്ഞു, ചേട്ടാ ഉൽപ്പന്നം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞെങ്കിൽ അതൊക്കെ എനിക്ക് ആവശ്യമുള്ളതാണെന്ന് തോന്നുന്നു, ഞാൻ തീരുന്ന മുറയ്ക്ക് ചേട്ടായെ വിളിച്ചോളാം എന്ന് പറഞ്ഞ ഒരു അനുഭവം എനിക്കുണ്ട്. അതിലൊക്കെ ഉപരി എന്നെ പിന്നെ എന്റെ അയൽവക്കത്തുള്ള ഒരുപാട് കാലം പട്ടാളത്തിലായിരുന്ന ഒരു വർഗീസിയേട്ടൻ, 17 വർഷമായി അസിഡിറ്റി ഉള്ള ഒരാള്, നമ്മുടെ ഇമ്മ്യൂണോ 3+ മാത്രം കഴിച്ച് അതിൽ നിന്ന് മുക്തനായി എന്നോട് സന്തോഷത്തിൽ വന്ന് അറിയിച്ച് എനിക്ക് മധുരമൊക്കെ തന്നിട്ട് പോയിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തിന് നടക്കുമുണ്ടായിരുന്ന കിതപ്പിന് ബെൽഹാർട്ട് കൊടുത്ത് അത് മാറിയിട്ടുണ്ട്, പൂർണ്ണമായി തന്നെ ഇത് മാറിയിട്ടുണ്ട്. തൊട്ടടുത്തുള്ളൊരു ഇക്ക എന്ന് വിളിക്കുന്ന ഒരാള് ശ്വാസമുട്ടൽ കാരണം ഇൻഹേലർ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഒരുപാട് തവണ പറഞ്ഞെങ്കിലും അദ്ദേഹം അത് സ്വീകരിച്ചില്ല. ഞാൻ പറഞ്ഞു ശ്വാസമുട്ട് ഇങ്ങനെ ആശ്വാസമുണ്ട്, കഫനിലുണ്ട്, റോളോൺ ഉണ്ട്, കവചപ്രാശ് ഉണ്ട്, ഇതൊക്കെ കഴിച്ചാൽ മാറും. പക്ഷെ ഇക്ക സമ്മതിച്ചിരുന്നില്ല. ഇവിടെ ഉണ്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും മാഷെ, പ്രോഡക്റ്റ് തന്നിട്ട് വയ്ക്കുള്ളൂ, അസുഖം മാറുകയാണെങ്കിൽ ഇരട്ടി കാശ് തരാം, അസുഖം മാറിയില്ലെങ്കിൽ ഞാൻ കാശ് തരില്ല. ഞാൻ പറഞ്ഞു ഇരട്ടി കാശൊന്നും വേണ്ട, ആക്ച്വൽ കോഴ്സ് തന്നാൽ മതി എന്ന് പറഞ്ഞ് നമ്മുടെ ഈ പ്രോഡക്റ്റ് ഒക്കെ ഞാനിവിടെ ഏൽപ്പിച്ചു. ഞാൻ കാശ് ചോദിക്കാനേ പോയില്ല. ഇടയ്ക്കാൻ വെള്ളം കുടിക്കുന്നുണ്ടോ കഴിക്കുന്നുണ്ടോ എന്ന് മാത്രം ഉറപ്പാക്കി. ഏതാണ്ട് ഒരു 27ാമത്തെ ദിവസം അദ്ദേഹം എനിക്ക് 4900 രൂപ ഗൂഗിൾ പേയിൽ അയച്ചു തന്നു. അപ്പൊ ഞാൻ വിളിച്ചു, ഞാൻ പറഞ്ഞു മാഷെ പറഞ്ഞ പോലെ ഒരുപാട് ആശ്വാസമുണ്ട് എനിക്ക്, അതുകൊണ്ട് തന്നെ പണം പൂർണ്ണമായി MRP അനുസരിച്ചുള്ള തുക തന്നെ മാഷ് അങ്ങ് അയച്ചു തരികയാണെന്ന് പറഞ്ഞ് എനിക്ക് ആ തുക അദ്ദേഹം അയച്ചു തരികയുണ്ടായി. അങ്ങനത്തെ അനുഭവങ്ങളുണ്ട്. പിന്നെ എന്റെ തൊട്ടടുത്തുള്ള പുറകിൽ താമസിക്കുന്ന ഒരാളുടെ ഭാര്യയുണ്ട്. അപ്പൊ ഞാൻ വീടിന്റെ ഭാഗത്ത് ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ഈ പ്രോഡക്റ്റിനെ കുറിച്ച്. അവിടെ എന്നോട് ചോദിച്ചു, മാഷിന്റെ കയ്യിൽ വിട്ടുമാറാത്ത ചുമയെന്നൊരു വാക്കുണ്ട്, അതിന് മരുന്നുണ്ടെന്ന് കണ്ട് എന്റെ ഹസ്ബൻഡിന് അത് വേണം, അദ്ദേഹം ഒരാഴ്ചയായിട്ട് നിരന്തരം ചുമയ്ക്കുകയാണ്, 12 മണിക്കാരനാണ്, അദ്ദേഹത്തിന് അലർജി ഉണ്ട്, അദ്ദേഹം ഉറങ്ങിയിട്ടില്ല 3-4 ദിവസമായി. അദ്ദേഹം ഇവിടെ വന്നു, അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം ചുമയ്ക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഞാൻ നമ്മുടെ കഫിനിലും കവചപ്രാശം ആന്റി അലർജിയും റോളോണും ഒക്കെ നൽകി. അദ്ദേഹം തിരിച്ചു വന്ന് എന്നോട് പറഞ്ഞു 3 ദിവസം കഴിഞ്ഞപ്പോൾ, മാഷെ എന്റെ ശരീരത്തിൽ ഇത്രയും കഫം ഉണ്ടെന്ന് അറിയുന്നത് മാഷിന്റെ ഈ പ്രോഡക്റ്റ് കഴിച്ചപ്പോഴാണ്. എനിക്ക് ചുമയ്ക്ക് ഒരുപാട് കുറവുണ്ട്, എനിക്ക് ശ്വാസമുട്ടലിന് ഒരുപാട് മാറ്റമുണ്ട്, എനിക്ക് ഒരുപാട് തുമ്മലുണ്ടാകുന്ന സാഹചര്യമൊന്നും ഇല്ല. അങ്ങനെ ചുറ്റുവട്ടങ്ങൾ ഒരുപാട് പേർക്ക് കൊടുത്ത് എന്നെ സംബന്ധിച്ച് ഈ പ്രോഡക്റ്റ് ഏറ്റവും പ്രിയപ്പെട്ടാകുന്നത് മറ്റൊരു സാഹചര്യത്തിലാണ്. എനിക്ക് അച്ഛനും അമ്മയുമുണ്ട്, അവർ താമസിക്കുന്നതിന് അനിയന്റെ കൂടെ ആയിരുന്നു. അപ്പൊ അമ്മയ്ക്കൊരു വലിയ പ്രശ്നമുണ്ട്. അമ്മ നടക്കുന്ന വഴിയിൽ അറിയാതെ ഇങ്ങനെ യൂറിൻ പാസ് ചെയ്യും, പലപ്പോഴും മലവും പുറത്തേക്ക് പോരും. അതൊരു കുടുംബത്തിൽ പ്രശ്നമാണെന്നുള്ളത് കൊണ്ട് അതെന്നും ഒരു വഴക്കായി ബഹളമായി, അമ്മയെ സംരക്ഷിക്കാൻ പറ്റില്ലെന്നായി. പിന്നെ എനിക്ക് മക്കൾ 3 പേര് സ്ഥലത്തില്ല, 3 മക്കൾ 3 ഒരു മോള് ലണ്ടനിലാണ്, ഒരു മോള് മുംബൈയിലാണ്, ഒരു മോള് ടീച്ചറാണ്, ഞാൻ മാത്രമാണ് വീട്ടിലുള്ളത്. അപ്പൊ എനിക്ക് ഇവരെ സംരക്ഷിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ തന്നെ അടങ്ങിയിരിക്കുന്ന ഒരാളല്ല, ഒരുപാട് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്, രാഷ്ട്രീയക്കാരനാണ്, സാമൂഹ്യ പ്രവർത്തകനാണ്, സമുദായ സംഘടനാ പ്രവർത്തകനാണ്. എങ്കിലും എന്നെ അനിയൻ വിളിച്ചിട്ട് അവരെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരാഴ്ചക്ക് ഇറങ്ങിക്കോണം, കൊച്ചു കുഞ്ഞുങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ മലവും മൂത്രമായിട്ട് നടക്കാൻ പറ്റില്ല, ഉൾക്കൊള്ളാൻ അവരെ മുറിയിലിട്ട് പൊട്ടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. എങ്കിലും ഞാൻ അച്ഛനെ വിളിച്ചു ചോദിച്ചു, ഇവിടെ ഞാൻ എങ്ങോട്ട് പോകണം? ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു. ഇവിടെ വന്നു ആദ്യത്തെ 2 ദിവസം വളരെ ഗൗരവമായി തന്നെ ആ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊരു കുടുംബത്തിൽ ബുദ്ധിമുട്ടാണ്, പക്ഷെ ഞാൻ അന്ന് നമ്മുടെ യൂറിഫിഡ് ലിക്വിഡും യൂറിഫിഡ് ക്യാപ്സൂളും അമ്മയ്ക്ക് നൽകാൻ ആരംഭിച്ചു. അതിലുപരി ഇങ്ങ് പോരുന്ന വഴിക്ക് 2 ദിവസം മുമ്പ് അമ്മയ്ക്ക് ട്യൂബ് ഇട്ടിരുന്നു, യൂറിൻ പാസ് ചെയ്യാനുള്ള ട്യൂബ് ഇട്ടിരുന്നു. അത് ഞാൻ വന്ന വഴിക്ക് ഇടയാഴത്തെ ആശുപത്രിയിൽ നിന്ന് എടുപ്പിച്ചതിന് ശേഷമാണ് വീട്ടിൽ കൊണ്ടുവരിക. 2 ദിവസം കഴിഞ്ഞ് നമ്മുടെ യൂറിഫിഡ് ലിക്വിഡും യൂറിഫിഡ് ക്യാപ്സ്യൂളും നൽകി. എന്നെ അമ്പരപ്പിച്ച ഒരു റിസൾട്ട് എന്ന് പറയുന്നത്, അത് കഴിച്ചു തുടങ്ങിയ 3ാമത്തെ ദിവസം മുതൽ, ഇപ്പൊ എന്റെ മോള് വന്നിട്ട് 10ാമത്തെ മാസമാണ്, 3ാമത്തെ ദിവസത്തിന് ശേഷം മലം പാസ് ചെയ്യുന്നത് നിന്നു. 6ാമത്തെ ദിവസം മുതൽ യൂറിൻ പാസ് ചെയ്യുന്നത് നിന്നു. ഇപ്പോ എന്റെ അമ്മ എന്റെ വീടിനകത്തൂടെയും പുറത്തൂടെയൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ കഴിഞ്ഞ 8.5 മാസത്തിനിടയിൽ ഒരിക്കൽ പോലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല എന്നുള്ളത് എന്റെ കുടുംബത്തിന്റെ സമാധാനവും എനിക്ക് ഒരുപാട് സന്തോഷവും എന്റെ അമ്മയ്ക്ക് ഒരുപാട് ആശ്വാസവും നൽകിയ ഒരു ഘടകമാണ്. അങ്ങനെ ഒട്ടേറെ പേർക്ക് ഞാൻ ഈ ഉൽപ്പന്നങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. സംക്ഷിപ്തമായി പറയണമെന്ന് മനോജ് സാർ പറഞ്ഞത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കൊടുത്ത ഉൽപ്പന്നങ്ങളൊക്കെ, പ്രത്യേകിച്ച് ഐ എനർജി പോലുള്ളൊരു ഉൽപ്പന്നം എന്നെ സംബന്ധിച്ച്, ഞാൻ ഏതാണ്ട് 19 കൊല്ലം കന്നഡ ഉപയോഗിച്ച ഒരാളാണ്. പത്രം വായിക്കാനും രാമായണം വായിക്കാനും പുസ്തകം വായിക്കാനും ക്ലാസ്സുകളൊക്കെ എനിക്ക് കന്നഡ വേണ്ടിയിരുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ 11 മാസമായി ഞാൻ കന്നഡ ഉപയോഗിക്കുന്നതേ ഇല്ല. അതിനിടെ നമ്മൾ 3 ഐ എനർജി എങ്കിലും എന്റെ കണ്ണിൽ തുടരെ ഒഴിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. 3 മാസം ഒഴിച്ചതേ ഉള്ളൂ. ഇപ്പൊ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ 2 തുള്ളി ഒഴിക്കത്തേ ഉള്ളൂ. ഇപ്പൊ എനിക്ക് പത്രം വായിക്കാനോ പുസ്തകം വായിക്കാനോ ഒന്നും കന്നഡ ആവശ്യമില്ല. ഞാൻ കന്നഡ വെക്കാതെ കാണുന്ന ഒത്തിരി പേരോട് ചോദിക്കും, മാഷതെ ഇപ്പൊ കന്നഡ വെക്കാതെ? ഞാൻ പറഞ്ഞ ഐ എനർജി ഉപയോഗിക്കുന്നുണ്ട്, അത് ഞങ്ങൾ കൂടെ തരാൻ പറഞ്ഞു. അങ്ങനെ ഒരുപാട് പേരുടെ ഒന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഉൽപ്പന്നങ്ങളിലൊന്നാണ് ഐ എനർജി. അങ്ങനെ പിന്നെ എന്റെ മകളുടെ ഭർത്താവ്, മുംബൈയിലുള്ള മകൻ, അവർക്ക് പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് ഓഫീസറായിരുന്ന ഒരു ഇന്നലെ കണ്ടപ്പോ ഇന്നലെ പറഞ്ഞാൽ എനിക്ക് ഇതിന്റെ പ്രോഡക്റ്റ് ഒന്നും വേണ്ട, എന്റെ അഭിപ്രായക്കാരിയാണ്, എന്റെ നാത്തൂന് കടുത്ത ശ്വാസമുട്ടലാണ്, അവർക്ക് ആ പ്രൊഡക്റ്റ് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ വല്ല ഉണ്ടെങ്കിൽ നീ കൊണ്ട് കൊടുക്കും, ഞാൻ കാശ് തന്നോളാം. അങ്ങനെ അവരെ പോയിക്കൊണ്ട് അവർക്ക് കടുത്ത ശ്വാസമുട്ടലാണ്, 10-30 വർഷമായിട്ട് ഒരു ശ്വാസമുട്ടലിലാണ്. അവർക്ക് നമ്മൾ ആശ്വാസം കവചപ്രാശവും
അപ്പൊ ന്യൂട്രി ലൈഫും ആന്റി അലർജിയും റോളോണും ഒക്കെ കൊടുത്തിട്ട് വന്നു. അപ്പൊ മോൻ പറഞ്ഞു, സാറേ എനിക്കൂടെ എന്തെങ്കിലും തരാമോ, എനിക്ക് വിശപ്പില്ല, എനിക്ക് ഒരു ഉരുള ചോറ് കഴിച്ചാൽ എന്റെ വിശപ്പ് മാറും, എനിക്ക് ഭക്ഷണം വേണം, എനിക്ക് വല്ലാണ്ട് വിശക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല ഉള്ളത്. അങ്ങനെ ഞാൻ ന്യൂട്രി ലൈഫും കവചപ്രാശവും കൊടുത്തിട്ട് പോന്നു. മൂന്നാം ദിനം എന്നെ അമ്മ വിളിച്ചു പറഞ്ഞു, മാഷെ ഇപ്പൊ അവൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ 2 ആഴ്ചയ്ക്ക് ശേഷം ഇന്ന് കാണുമ്പോൾ അവന്റെ അമ്മ എന്നോട് പറഞ്ഞു, മാഷെ ഇപ്പൊ മാഷവനെ കണ്ടില്ലേ, അന്നത്തെക്കാളൊക്കെ ക്ഷീണമൊക്കെ മാറി, അവൻ ഭക്ഷണം നന്നായി 3 നേരം ഭക്ഷണം കഴിക്കുന്നുണ്ട്, അവന് വിശപ്പുണ്ട്, അവന്റെ ശരീരവും നന്നായിട്ടുണ്ട്, എനിക്ക് ശ്വാസം മുട്ടലിന് ഒരുപാട് ആശ്വാസമുണ്ട്, ആ ഉൽപ്പന്നം വീണ്ടും വേണം. അങ്ങനെ പറഞ്ഞ ഒരുപാട് അനുഭവങ്ങളോട് ഞാൻ കടന്നു പോവുകയാണ്. ഒട്ടേറെ പേർക്ക് ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നുണ്ട്, കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ നിന്ന് എനിക്ക് 2 വർഷമായെങ്കിലും ഒരുപാട് സജീവമായ രംഗത്തേക്ക് വന്ന ഒരാളല്ല. എങ്കിൽ പോലും എനിക്ക് ഏതാണ്ട് ഒരു അക്കൗണ്ടിൽ ഒരു 20, 26, 23 രൂപയുടെ അക്കൗണ്ടിലെത്തി. അതും റീറ്റെയിൽ സെയിലിൽ കിട്ടിയ ഏതാണ്ട് ഒരു 49, 50 രൂപയോളം കൂടെ ലാഭം കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ ഒരു സെക്കൻഡ് ഹാൻഡ് കാർ എടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇനിയുള്ള യാത്രകൾ. തീർച്ചയായും പുതിയ സുഹൃത്തുക്കളെ കണ്ടിട്ടുണ്ട്, പുതിയ ആളുകളെ കണ്ടുമുട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒട്ടേറെ പേർക്ക് പുതിയ ചെറുപ്പക്കാരായ കുട്ടികളെ കണ്ടിട്ടുണ്ട്. അവരുമായിട്ട് ഞാൻ ഇറങ്ങി നടക്കുവാനുള്ള തീരുമാനത്തിലേക്കാണ്. ചുരുക്കി ഞാൻ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. എന്നെ ഇതിലേക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ട മനോജ് സാറിന് ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവർക്കും നമസ്കാരം പറയുന്നു. എന്റെ വാക്കുകൾ നിർത്തും. താങ്ക് യു. നമസ്കാരം. വളരെ നന്ദി ശിവൻകുട്ടി സാറേ. ശരിക്കും പറഞ്ഞാൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല, കാരണം ഒത്തിരി റിസൾട്ടുകളുണ്ട്. ഈ സാറൊക്കെ ഈ മേഖലയിൽ നിന്നിട്ട് ഇഷ്ടംപോലെ ബന്ധങ്ങളൊക്കെ ഉണ്ട്. ആ മേഖലകളിലെല്ലാം കറക്റ്റായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു കരുത്തും അല്ലെങ്കിൽ അതിന്റെ നമുക്ക് റിസൾട്ടുകളും ഒക്കെ നമ്മുടെ പ്രവൃത്തിയുടെ ആക്കത്തെ വർദ്ധിപ്പിക്കട്ടെ. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു.